അപ്പോൾ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇട്ടേക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. 11 ദിവസം ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസം സന്തോഷമല്ലേ? 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ഏറെ പ്രതീക്ഷയോടെയാണ് രാഹുൽ ഈശ്വർ ഇന്ന് കോടതിയിലേക്ക് എത്തിയത്. ജാമ്യം ലഭിക്കുമെന്നുള്ള ഉറപ്പ്. പക്ഷേ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുന്നു. ഇനിയും രാഹുൽ ഈശ്വർ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ള സംശയങ്ങളാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. യുവതി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനടക്കം ജാമ്യം ലഭിച്ചിട്ടും രാഹുൽ ഈശ്വറിന് എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിലും ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഒരു ക്ലാരിഫിക്കേഷൻ, അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വറിന് വേണ്ടി എത്തിയിരുന്ന അഡ്വക്കേറ്റ് അലക്സ മലയാളി വാർത്ത ഫോക്കസിനോട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർ, രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 12 ദിവസം പിന്നീടാണ് രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിട്ട്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിന് ഈ ഒരു ജാമ്യം ലഭിക്കാത്തതിന്റെ കാരണം? രാഹുൽ ഈശ്വറിന്റെ മുൻ വക്കീൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേസ് കൂടെ പഠിക്കുമ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തില്? അതിന്റെ കാരണമെന്ന് എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ, ഈ പെറ്റീഷൻ, അതായത് CJM കോടതിയിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ പിന്നെയും പോലീസ് ചോദിച്ചിരിക്കുവാണ്. അപ്പോൾ അത് സഹകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ കോടതി അത് കൺസിഡർ ചെയ്തതിനു ശേഷം ആ ജാമ്യം അവിടെ കൊടുക്കുകയോ അല്ലെങ്കിൽ മേൽക്കോടതി കൊടുക്കുകയോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു അനുമാനം. ഇപ്പോൾ അവിടെ ഒരു വഞ്ചിയൂർ കോടതി, ഞാൻ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, വഞ്ചിയൂർ കോടതിയിൽ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് എന്നോട് വളരെയധികം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത്. അത് ദീപ, അതായത് രാഹുൽ ഈശ്വറിന്റെ വൈഫ്, അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ കഴിയുമ്പം മിക്കവാറും കോടതി അത് കൊടുത്തിരിക്കുന്നതല്ല, കൊടുക്കാൻ കോടതിക്കുള്ള ഒരു ചാൻസസ് ഉണ്ട്. കോടതിയാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. ഓക്കെ, എന്താണ് ഇനി? ഇതിലിപ്പം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് 11 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു, ഇതെന്തിനാണ്, ദിലീപിന് കിട്ടിയതുപോലെയുള്ള ഒരു നീതി എനിക്കും കിട്ടണം എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. അതായത് അദ്ദേഹം പറയുന്ന വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനോട് ഞാൻ യോജിക്കുവാണ്. 11 ദിവസം അദ്ദേഹത്തെ ജയിലിൽ കിടത്തേണ്ട ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് 2 കോടതികളിലും ലിബറൽ ആയിട്ടുള്ള അപ്രോച്ചാണ് എടുത്തേക്കുന്നത്. അതായത് ഹൈക്കോടതി ലിബറൽ അപ്രോച്ച് എടുത്തിട്ടില്ല. അത് ബാബു സാറ് പറഞ്ഞേക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ആ പെറ്റീഷൻ ഇൻസ്ട്രക്ഷൻ എടുക്കുന്ന പോലീസിന്റെ റിപ്പോർട്ട് വരുന്നവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ആ ഗ്രാവിറ്റി അനുസരിച്ചാണ്, അവിടെ ആ കേസിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഓരോ കേസിലും മുൻകൂർ ജാമ്യത്തിന് നോട്ട് അറസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ഇടയ്ക്ക് രാഹുൽ ഈശ്വർ അദ്ദേഹം സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഈ ഒരു അറസ്റ്റ്, അത് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ്, അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ പറഞ്ഞു 75(1) BNS പ്രകാരം ഉള്ള വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ നോൺ ബെയിലബിൾ സെക്ഷനാണ് ഇട്ടേക്കുന്നത്. അതില് ആ സെക്ഷൻ വെച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 1 കൊല്ലത്തെ ശിക്ഷയാണ്. അതായത് 1 കൊല്ലത്ത് ഇംപ്രസ്മെന്റ് ആയിട്ടുള്ള ഒരു ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ 11 ദിവസം അങ്ങനെയുള്ള ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയുള്ളതിന് കിടക്കുക എന്നുള്ളത് ഒരു കേട്ടുകേൾവില്ലാത്ത ഒരു കാര്യമാണ്. സർ, ഇതിപ്പോ രാഹുൽ ഈശ്വറിനെ എതിരെയുള്ള പരാതി എന്ന് പ്രധാനമായിട്ടും പറയുന്നത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കേസ് എന്നതാണല്ലോ. അതായത് ഈ പെൺകുട്ടികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നിരന്തരമായിട്ട് നടത്തുന്നു എന്നാണ് കോടതിയുടെ പോലും വിലയിരുത്തല്.
അപ്പോ ഇതിനു മുമ്പും സമാന രീതിയിലുള്ള സംഭവങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു സമയത്തുണ്ടായ നിയമ നടപടി തന്നെയാണോ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആ കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ അത് നമുക്ക് പ്രശംസിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം രാഹുൽ ഈശ്വറുമായിട്ട് ബന്ധപ്പെട്ട് ഹണി റോസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതി ഫയൽ ചെയ്തു. അത് ഹൈക്കോടതി ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം അദ്ദേഹം കംപ്ലൈ ചെയ്തു. ഒന്നും തെറ്റിക്കാതെ നിയമവിധേയമായിട്ട് തന്നെ രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചു. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഹണി റോസുമായിട്ടുള്ള ആ കേസിന്റെ നാൾ വഴി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഹിസ്റ്ററിയും കൂടെ നമുക്ക് നോക്കണം. ആ ഹിസ്റ്ററിക്കകത്ത് അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഉത്തരവിറക്കി. ഹൈക്കോടതിയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയമത്തിന് വിധേയമായി പ്രവർത്തിച്ചു രാഹുൽ ഈശ്വർ. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇട്ടേക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുക തന്നെ വേണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. there is no need for the same. Okay? എന്തായാലും തുടക്കം മുതൽ തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ഒരുപാട് നാടകീയ രംഗങ്ങളടക്കം കാണേണ്ടി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു ലൈംഗികാരോപണ പരാതി വരുന്നു. കൃത്യം 3 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ലൈംഗികാരോപണ പരാതി വീണ്ടും പൊടിതട്ടിയെടുത്തത് അല്ലെങ്കിൽ തലപൊങ്ങി വന്നത് ഏകദേശം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന സമയത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അതേ പരാതി ഉയർന്നു കേട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വേണ്ടി പിരാരിയിലെ ഓരോ സ്ഥലങ്ങളിലും കയറിയിറങ്ങി പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി തിരികെ എടുക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു സമാന ലൈംഗികാരോപണ പരാതി ഉയരുന്നത്. ഇതോടുകൂടെ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. പരാതിക്കാരിയുടെ മുഖം പോലും ഇതുവരെ വ്യക്തമല്ല. ആരാണ് പരാതി എന്നതിന്റെ ഒരു അടിസ്ഥാനവുമില്ല. ഒരു ഊമക്കത്ത് പോലെയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി പരാതി നൽകിയതോടെ കളി കാര്യമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിമിഷം മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അന്ന് കാണാതായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് വരെ എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു സൂചനകളുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിത്താവളങ്ങളിൽ എത്തുന്ന സമയത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകളും ഓരോ കാര്യങ്ങളും ഇഴക്കേറി പരിശോധിച്ചുകൊണ്ടാണ് സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്ന തരത്തിലൊക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നതിനിടയിലാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചത്. ഇതിൽ പരാതി നൽകിയ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നത്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംവിധാനങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ അടക്കം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്ന, ലാപ്ടോപ്പ് അടക്കം ഒളിപ്പിച്ചു വെക്കുന്ന സാധനങ്ങൾ, വീഡിയോകൾ ലൈവായിട്ട് പുറത്തുവിടുകയും ചെയ്തു. ഇതോടുകൂടെ കോടതി അലക്ഷ്യത്തിനല്ല, അതായത് നിയമപരമായിട്ട് പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വരുന്ന സമയത്ത് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വലിയ നിയമ നടപടിയിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ രാഹുൽ ഈശ്വർ പറയുന്നത് താൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ്. കഴിഞ്ഞ ദിവസവും മലയാളി വാർത്തയോടക്കം രാഹുൽ ഈശ്വർ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു താൻ ആ പെൺകുട്ടിക്കെതിരെ നൽകിയിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ പിൻവലിക്കാമെന്ന്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയപ്പോൾ താൻ ആരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല, തന്നെ 11 ദിവസത്തോളം ജയിലിലാക്കിയിരിക്കുന്നു, എന്തിനാണ് ഇതൊക്കെ, ഇതിന്റെയൊന്നും ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. അതേസമയം നടൻ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം മറുപടികൾ നൽകിയിട്ടുണ്ട്. അതായത് ദിലീപിന് നീതി കിട്ടിയതുപോലെ തനിക്കും നീതി കിട്ടണം എന്നുള്ളൊരു പരാമർശം കൂടെ രാഹുൽ ഈശ്വർ നടത്തുകയുണ്ടായി. പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന കള്ളപ്പരാതികൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്നും മെൻസ് അസോസിയേഷന്റെ പ്രാധാന്യം എന്താണ് എന്നത് ഇവിടെയാണ് വ്യക്തമാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. ഇന്നോടുകൂടെ കസ്റ്റഡി
കാലാവധി കഴിയുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രാഹുൽ ഈശ്വർ. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. രാഹുൽ ഇന്നും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. കാരണം ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ, വലിയ പരാതികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ജാമ്യം ലഭിക്കുന്നത് പതിവാണെങ്കിലും രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ജാമ്യം ലഭിക്കാത്തത് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നത് വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ നിലപാട് അത് നമുക്ക് അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാത്തത് എന്നുള്ള ആശങ്ക, സംശയം, അതാണ് ജനങ്ങളിൽ നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള തന്നെ പ്രതീക്ഷയിലാണ് രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും. ഇന്ന് രാവിലെ തന്നെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് കോടതി വിധി താൻ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നു, കോടതിയെ ബഹുമാനിക്കുന്നുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണം. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ എതിരെയുള്ള ഈ ഒരു കോടതി വിധി, അതിന്റെ ഒരു ആഴം വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12 ദിവസത്തിലേക്ക് കടക്കുകയാണ് കസ്റ്റഡി എന്നുള്ളതാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം വരെ വലിയ ആവശ്യ നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. ശാരീരികപരമായിട്ട് വലിയ അസ്വസ്ഥതകളിലേക്ക് അദ്ദേഹം ക്ഷീണിതനായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്.